എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ സരസ്വതി അമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പൂജയോട് സുമിത്രയാണെങ്കിൽ രോഹിത്തിന്റെ ഡയറിയുടെ രേഖകളെല്ലാം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പൂജയാണെങ്കിൽ ഇതെല്ലാം വായിച്ചു നോക്കുമ്പോഴത്തേക്കിനും അമ്മേ, ഇത് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു തെളിവ്. ഇത് വെച്ചിട്ട് നമുക്ക് രഞ്ജിതാന്റിയെ പൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അമ്മയും മോളും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവര് നോക്കുന്ന സമയത്താണെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര മയക്കത്തിൽ എന്ന ഓണം അഭിനയിക്കുകയാണ്. ഇപ്പം നമ്മുടെ പൂജയ്ക്കാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകുകയാണ് കേട്ടോ. സരസ്വതി അമ്മ ഒരു കള്ള ഉറക്കം നടിച്ചാണ് തങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പൂജ പറയാണ്, അമ്മ ഇനിയൊന്നും ഇവിടെ വെച്ച് സംസാരിക്കണ്ട. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് രഞ്ജിതാന്റിയുടെ ചെവിയിലെത്തും. അമ്മയ്ക്ക് അറിയാലോ, നമ്മൾ പ്ലാനിട്ട പല കാര്യങ്ങളും പൊളിഞ്ഞതെല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ പൂജ ഇങ്ങനെ സുമിത്രയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, ശരിയാണ് മോളെ, എന്തായാലും ഈ ഒരു തെളിവ് അത് അമ്മ ഭദ്രമായി തന്നെ സൂക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡയറി എടുത്ത് സുമിത്രയാണെങ്കിൽ ആ ഒരു അലമാരിയുടെ അകത്ത് വെച്ച് പൂട്ടുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ സരസ്വതി അമ്മയാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ്. അപ്പൊ നമ്മുടെ പൂജയാണെങ്കിൽ പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയെ 1-2 തവണ വിളിച്ചപ്പോഴും സരസ്വതി അമ്മയാണെങ്കിൽ ഭയങ്കര ഉറക്കം നടിക്കുകയാണ്. അപ്പൊ താൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല രാമനാരായണ എന്നുള്ള മട്ടിലാണ് സരസ്വതി അമ്മ അങ്ങനെ ഇരിക്കുന്നത്. പൂജ പറയാണ്, അച്ഛമ്മ ഒന്ന് എഴുന്നേക്ക് അച്ഛമ്മ, ഇത് എന്ത് ഉറക്കമാണ്, ഞാൻ ദാ പോവാണ് കേട്ടോ എന്നും സരസ്വതി അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് പൂജയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മളെല്ലാരും കാത്തിരുന്ന ആ ഒരു വ്യക്തി പുള്ളിക്കാരൻ നാട്ടിലെത്തുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ സിദ്ധാർത്ഥൻ തന്നെ. സിദ്ധാർത്ഥ വലിയൊരു സെറ്റപ്പില് അത്യാവശ്യം നല്ല കാശുകാരനൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രൗഢിയിൽ വന്ന് ആ ഒരു എയർപോർട്ടിൽ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന പാടെ തന്നെ പുള്ളിക്കാണെങ്കിൽ സഹായത്തിനായിട്ട് ഒരാൾ വന്ന് എത്തുക. അവന്റെ സഹായത്തിന് എത്തിയ ആ ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, നമ്മളിനി എങ്ങോട്ടാണ്? ആദ്യം സാറിന്റെ ട്രിപ്പ് എങ്ങോട്ടാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അത് സംശയമൊന്നും ഇല്ലല്ലോ, ശ്രീനിലയത്തിലേക്ക് തന്നെയാണ് എനിക്ക് ആദ്യം പോവേണ്ടതെന്നും പറഞ്ഞ് അങ്ങനെ സിദ്ധാർത്ഥൻ തന്റെ ആ ഒരു ഭൂമിയിലേക്ക്, തന്റെ മണ്ണിലേക്ക് തിരികെ എത്തുകയാണ്. അപ്പൊ സിദ്ധാർത്ഥ് വരുന്ന കാര്യങ്ങളൊന്നും വേറെ ആരും അറിയുന്നേ ഇല്ല. അപ്പം രഞ്ജിതയാണെങ്കിലോ അല്ലെങ്കിൽ പരമശിവ ആണെങ്കിലോ ഒന്നും ഈ ഒരു വിവരമൊന്നും അറിയുന്നില്ല. അങ്ങനെ സിദ്ധാർത്ഥൻ ഈ നിലയം ലക്ഷ്യമാക്കി സിദ്ധാർത്ഥ പോരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പൂജയെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് സുമിത്രയും പൂജയോടൊപ്പം പോവുകയാണ്. അപ്പം എന്തായാലും ഇനി തന്റെ മോളെ ഒന്ന് ബസ് കയറ്റി വിടാം, അതിനോടൊപ്പം തന്നെ തനിക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് സരസ്വതി അമ്മയോട് യാത്ര പറഞ്ഞ് സുമിത്രയും പൂജയോടൊപ്പം ഇറങ്ങുകയാണ്. അപ്പം അവര് പോയ ആ ഒരു സമയമാണെങ്കിലോ നല്ല രീതിയിൽ തന്നെ അങ്ങ് വിനിയോഗിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ സരസ്വതി. ഇവളെന്തായാലും ഈ റൂമിൽ ഇല്ലല്ലോ, അപ്പൊ ഇവള് വെച്ചിരിക്കുന്ന ആ ഒരു രേഖകൾ ഒന്ന് പരിശോധിച്ചാലോ എന്നുള്ള ചിന്തയാണ് സരസ്വതി അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടിയിട്ട് വേണം ഇത് മറിച്ചു വിറ്റ് നമ്മുടെ രഞ്ജിതയുടെ അടുത്ത് നിന്നും കാശ് മേടിക്കാനായിട്ട്. അപ്പൊ കിട്ടിയ അവസരമൊന്നും സരസ്വതി അമ്മ കളയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അതങ്ങ് മുതലാക്കാന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോഴത്തേക്കിനോ നമ്മുടെ സുമിത്ര യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ ഇവർ ആ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് സിദ്ധാർത്ഥന്റെ വാഹനം അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. സിദ്ധു ആണെങ്കിൽ ഒരു മിന്നായം പോലെ സുമിത്രയെ കാണുമ്പോഴത്തേക്കിനും സിദ്ധാർത്ഥന് ഭയങ്കര ഒരു അമ്പരപ്പാണ്. കാര്യം നാട്ടിലെ വിശേഷങ്ങളെല്ലാം പുള്ളിക്കാരൻ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടിയും സുമിത്ര മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് സുമിത്രയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് താനിപ്പോ കണ്ടത് എന്നുള്ള കാര്യം ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ആലോചിക്കുമ്പം ഡ്രൈവറോട് പറയാണ്, ഡ്രൈവർ വണ്ടി നിർത്ത്, എനിക്കൊന്ന് ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന് പറയുമ്പം വണ്ടി നിർത്തിയതും സിദ്ധാർത്ഥ ചാടി ഇറങ്ങുകയാണ്. ഇറങ്ങി ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്കിനും സുമിത്രയെ പോലെ തോന്നിയ ആ ഒരു സ്ത്രീ അവിടെ നിന്ന് കടന്നു പോവാണ്. പക്ഷെ അത് നമ്മുടെ സുമിത്ര തന്നെയായിരുന്നു. സുമിത്രയും പൂജയും കൂടി പോകുന്നതാണ്. പക്ഷെ സിദ്ധാർത്ഥിന് വിചാരിച്ചത് താൻ ഒരുപക്ഷെ തന്റെ ആ ഒരു മനസ്സിലെ തോന്നലുകൾ കൊണ്ട് ഈ നാട്ടിലേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി തന്റെ പഴയ കാലങ്ങളായിരിക്കുമല്ലോ സിദ്ധു ഓർക്കുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടെന്തെങ്കിലും തോന്നിപ്പോയതായിരിക്കുമെന്നാണ് സിദ്ധു വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും പോവാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ആ ഒരു വണ്ടിയിൽ കയറുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ സരസ്വതി അമ്മ ആ ഒരു അവസരം അങ്ങ് മുതലാക്കുകയാണ്. ചുറ്റുപാട് നോക്കി സരസ്വതി അമ്മ ആരെയും കാണുന്നില്ല. അപ്പം ഇനി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പതിയെ നടന്നു പോയി ആ ഒരു ഡോർ അങ്ങ് ചാരിയതിനു ശേഷം സുമിത്ര വെച്ചിരിക്കുന്ന ആ ഒരു ഡയറി തപ്പിയെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് സരസ്വതി. അപ്പം അവിടെ
മുഴുവനും അരിച്ചു പെറുക്കി നോക്കിയിട്ടും സരസ്വതി അമ്മയ്ക്ക് ഡയറിയുടെ ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ആടാ സുമിത്ര നമ്മുടെ പൂജയൊക്കെ ആക്കിയതിന് ശേഷം തിരികെ ആ ഒരു വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ തന്റെ കള്ളി വെളിയിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിയുന്നതും സുമിത്ര ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പം സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി താൻ പെട്ടു എന്നുള്ള കാര്യം. അപ്പൊ സരസ്വതി ആണെങ്കിലും ഇതേ മോളെ, അമ്മ ഇവിടെ ഒരു കുറച്ച് പൈസ ഒന്ന് വെച്ചായിരുന്നടി, ആ പൈസ ഒന്ന് തിരക്കുമായിരുന്നു. അപ്പം ഇത്രയും നേരമായി നിന്നെ ഞാൻ നോക്കിയിട്ട് കാണുന്നുമില്ല, പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇതാ കണ്ടില്ലേ, അമ്മ വയ്യാത്ത കാലം വെച്ചാണ് ഇതൊക്കെ നോക്കുന്നത്. എന്താ അമ്മ ഈ കാണിക്കുന്നതെന്നും പറഞ്ഞ സുമിത്രയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ തന്നെ. സരസ്വതി അമ്മയുടെ ഉടായ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സുമിത്രയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സരസ്വതി ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി അതൊക്കെ നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റി വെച്ചായിരുന്നു. അപ്പം ഇവരുടെ ഉദ്ദേശം ഏകദേശം ഏത് രീതിയിലേക്ക് പോകുമെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സുമിത്ര അവിടെ വെക്കുന്നതായിട്ട് ആക്ട് ചെയ്തത്. പാവം നമ്മുടെ സരസ്വതി അമ്മ അതാ കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തൊക്കെ രക്ഷപ്പാടായിരുന്നു. അപ്പൊ പൈസ കിട്ടും. നമ്മുടെ രഞ്ജിതയ്ക്ക് സുമിത്രയെ ഒറ്റയ്ക്കെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സാമ്പത്തികമായിട്ട് താൻ മെച്ചപ്പെടും എന്നൊക്കെ വിചാരിച്ചാണ് ഇതുമാതിരി കന്നന്തിരിവ് കാണിക്കാൻ പോയത്. പക്ഷെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയ ഒരു അവസ്ഥയിൽ പിടിവിട്ട അവസ്ഥയിൽ സരസ്വതി അമ്മ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. മോളെ, അമ്മയ്ക്ക് ഭയങ്കര ദാഹം, നീ ഒരു കാര്യം ചെയ്യ്, പോയി ഇച്ചിരി വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വാന്ന് പറയാണ്. ചൂടുവെള്ളം മതിയോന്ന് ചോദിക്കുമ്പം വേണ്ട മോളെ, എന്തെങ്കിലും തണുപ്പിച്ചതാ, ഇപ്പതാ ഭയങ്കര ചൂടല്ലേ, ഈ ക്ലൈമറ്റിന് ചൂടുള്ളതൊന്നും കഴിച്ചാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് സുമിത്രയെ പറഞ്ഞങ്ങ് അയക്കുകയാണ്. അപ്പൊ സുമിത്ര ജ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിലോ എന്റെ ദൈവമേ, അവള് കൈയോടുകൂടി കണ്ടുപിടിക്കാതിരുന്നത് ഭാഗ്യമായി. സംഗതി എങ്ങാനും എന്റെ കയ്യിൽ കിട്ടി, ഞാൻ അതുമായിട്ടെങ്ങാനും ആണ് നിന്നിരുന്നതെങ്കിൽ അവൾ ഇന്ന് എന്റെ തലകീഴിൽ നിർത്തിയേനെ എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ സിദ്ധുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ശ്രീനിലയത്തിൽ എത്തുകയാണ്. ശ്രീനിലയത്തിൽ എത്തിയ പാടെ തന്നെ സിദ്ധു അതിനകത്ത് കയറുന്നതിന് മുന്നേ താൻ പണ്ട് അവിടെ ജീവിച്ചിരുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. താനും തൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ കൂടി എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ച വീടാണ്. ഇപ്പതാ ഈ ശ്രീനിലയത്തിന്റെ ആ ഒരു സ്ത്രീയൊക്കെ നഷ്ടപ്പെട്ട് എന്തോ പോലെ എന്തൊക്കെയോ ഒരു കാട് കയറിയ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് പരമശിവവും കൂട്ടരും ഒക്കെ അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സിദ്ധു മനസ്സിലാക്കുന്നത്. സിദ്ധുവിനെ ചതിച്ചാണല്ലോ പരമശിവം ഈ ഒരു മുതലൊക്കെ കയ്യിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവന് തിരികെ കൊടുക്കാനുള്ള പണമെല്ലാം നമ്മുടെ സിദ്ധു അറേഞ്ച് ചെയ്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ നേർക്ക് നേരെ സിദ്ധു പരമശിവത്തെ കാണാനുള്ള ഒരു പുറപ്പാട് നടത്തുമ്പോഴോ രഞ്ജിതയാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ രഞ്ജിതയാണെങ്കിൽ സുമിത്ര ഇനി അധിക കാലം ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് തന്റെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുമിത്രയും സരസ്വതി അമ്മയെയും എത്രയും പെട്ടെന്ന് തന്നെ പുകച്ചു പുറത്തു ചാടിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് രഞ്ജിത. അപ്പൊ രഞ്ജിത ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്ര അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പൊ സുമിത്ര വന്ന പാടെ എന്താ സുമിത്ര, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് രഞ്ജിത. അപ്പൊ രഞ്ജിതയുടെ സംസാരത്തിലൊക്കെ ഒരു കർക്കശവും ഒരു ധാർഷ്ട്യവും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഉണ്ട് രഞ്ജിത, നിന്നോട് പലതും എനിക്ക് ചോദിക്കാനുണ്ട്. ഒരു നാൾ നീ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. പിന്നെ എനിക്കിപ്പൊ ചോദിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് എന്റെ രോഹിത് മരിക്കുന്നതിന് മുന്നേ നിന്നെ വന്ന് കണ്ടിരുന്നോ എന്നുള്ള കാര്യം. സുമിത്രയുടെ ഈ ഒരു ചോദ്യം കേൾക്കുന്ന രഞ്ജിതയാണെങ്കിൽ പതറി നിൽക്കുന്ന അവസ്ഥയിലാണ്. സുമിത്ര എന്തൊക്കെയോ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. എന്തായാലും തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവൾ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു വീട്ടിൽ ഇങ്ങനെ അധികാരം സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ രഞ്ജിതയ്ക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പൊ രഞ്ജിതയാണെങ്കിൽ നീ എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാൻ എന്തിനാ രോഹിതേട്ടനെ വന്ന് കാണുന്നത്, രോഹിതേട്ടനും ഞാനും ആ സമയത്ത് നല്ല ടൈംസിലല്ലായിരുന്നല്ലോ. നിന്നെ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനും എന്റെ സഹോദരനും തമ്മിൽ ആ സമയത്തൊക്കെ വഴക്കുണ്ടായിരുന്നത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ മരിക്കുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് രഞ്ജിത സുമിത്രയ്ക്ക് മുന്നിൽ സമർത്ഥിക്കുന്നത്. പക്ഷേ സുമിത്രയാണെങ്കിൽ രോഹിത്തിന്റെ കൈപ്പടയിൽ രോഹിത് എഴുതിയ ആ ഒരു ഡയറി വായിച്ചതിന് ശേഷമാണ് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ള സത്യം ഇവള് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെ സുമിത്ര ആണെങ്കിലോ എത്രയും പെട്ടെന്ന് തന്നെ രഞ്ജിതയെ പൂട്ടും എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു വിശേഷം ഇന്ന് അവസാനിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്